നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഅ്ളമു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ. ദുനിയാവിലെ ഏറ്റവും മഹത്വമേറിയ ദിവസങ്ങൾ ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങളാണ്. അഅ്ളം എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്വമുള്ളത്, അള്ളാഹുവിങ്കൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഈ 10 ദിവസങ്ങളാണ്. ഇത് ഹാജിമാർക്ക് മാത്രമല്ല, എല്ലാ മുസ്ലിമീങ്ങൾക്കുമുള്ളതാണ്. യൗമു അറഫയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫയിൽ നിൽക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കുമെന്ന് സ്വഹീഹായ ഹദീസുകളിലുണ്ട്. എന്നാൽ അറഫയിൽ നിൽക്കാൻ സാധിക്കാതെ പോയ ആളുകൾക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സിയാമു യൗമി അറഫ യുകഫിറു സനതൽ മാദിയത വൽ ബാഖിയ. യൗമു അറഫയുടെ ദിവസം നോമ്പ് നോൽക്കൂ. ഹാജിമാരല്ലാത്ത ആളുകൾ നോമ്പ് നോൽക്കൂ. 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. 2 വർഷത്തെ പാപങ്ങൾ യൗമു അറഫയുടെ നോമ്പിലൂടെ പൊറുക്കപ്പെടുന്നതാണ്. അറഫയിൽ ഹാജിമാർ ആകാശലോകത്തേക്ക് കൈകളുയർത്തി ധാരാളമായി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ആ പ്രാർത്ഥന അവർക്ക് മാത്രമാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഫ്ളലു ദുആ ദുആഉ യൗമി അറഫ. ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ യൗമു അറഫയുടെ ദുആ ആണ്. യൗമു അറഫയിൽ ഉള്ളവരുടെ ദുആ എന്നല്ല പറഞ്ഞത്, യൗമു അറഫയുടെ ദുആ ആണ്. ആ ദിവസം ഏതൊരു വിശ്വാസി എവിടെ വെച്ച് ദുആ ചെയ്താലും ഇൻഷാ അല്ലാഹ് അവരുടെ ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻ യൗമിൻ മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അമലു സ്വാലിഹാത്തുകൾ ഈ 10 ദിവസങ്ങളിൽ റഹ്മാനായ റബ്ബ് ഇഷ്ടപ്പെടുന്നത് പോലെ മറ്റു ദിവസങ്ങളിൽ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു.